അനുഷ്ഠാനമാണ്. ഒരു എക്സസൈസ് അല്ല. സൂര്യനെ നമസ്കരിക്കുക, ആദിത്യനെ നമസ്കരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബാഹ്യമായിട്ടൊരു സൂര്യനെ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു സൂര്യനുണ്ട്. ആ സൂര്യനെ നമസ്കരിക്കുക. ആ സൂര്യൻ നമ്മളുടെ ഐശ്വര്യത്തിന്, നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ആനന്ദത്തിനായിട്ട് വേണ്ട നമ്മുടെ ബുദ്ധിയെ പ്രജ്വലാക്കിയിട്ട് തരാനായിട്ടുള്ളൊരു അനുഷ്ഠാനമാണ്. അപ്പോൾ ശരിയായിട്ടുള്ള ബുദ്ധി ഉണ്ടാവുക. ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്നുള്ള കൺസെപ്റ്റിൽ സൂര്യനമസ്കാരം ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ എല്ലാ സെൽസും ഉണർന്ന് നന്നായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്ന പറയണം. നമുക്കൊന്ന് ചെയ്യാം. ഒരാളെ ഇവിടേക്ക് കയറി വരാം. അയാളിങ്ങോട്ട് കയറി വരാം. എന്നുള്ളൂ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു പ്രാവശ്യം ഞാൻ നിങ്ങൾക്കിവിടെ ഒരു 3 സെറ്റ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നടയിലാണ് നമ്മൾ ചെയ്യുക കേട്ടോ. ഉള്ളതിനുള്ളൂ. അപ്പോൾ നമ്മൾ തുടങ്ങി എങ്ങനെ നമസ്കാരം, എങ്ങനെ സാഷ്ടാംഗ നമസ്കാരം എങ്ങനെ ചെയ്യാം? നമുക്ക് പെട്ടെന്ന് വീഴാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഒന്ന് കുനിയുക, ഓരോ കാല് പിന്നോട്ട് വയ്ക്കുക. എന്നിട്ട് സാഷ്ടാംഗ നമസ്കാരം 8 അംഗങ്ങൾ, 2 കൈ, 2 പാദം, 2 മുട്ട്, നെഞ്ച്, നെറ്റി. ഇതാവുമ്പോൾ അഷ്ടാംഗ നമസ്കാരം, സാഷ്ടാംഗ നമസ്കാരം. 8 അംഗങ്ങൾ നമ്മൾ നിലത്ത് തൊട്ട് സർവവും സമർപ്പിച്ചിട്ട്. അപ്പോൾ നമസ്കാരം കൊണ്ട് ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ദേവനെയാണോ ദേവിയെയാണോ നമ്മൾ നമസ്കരിക്കുന്നത്, ആ ദേവൻ നമ്മളുടെ എല്ലാ കാമനകളെയും പൂർത്തീകരിക്കുന്നതാണ് പറയണത്. അതാണ് സാഷ്ടാംഗ നമസ്കാരം കൊണ്ടുള്ള ഒരു ശാസ്ത്രവിധി പ്രകാരം കൊണ്ടുള്ള അനുഭവം പറയണത്. ഏത് കാമനയാണോ നമ്മുടെ മനസ്സിലുള്ളത് അത് പൂർണ്ണമായിട്ട് പൂർത്തിയാക്കി തരാനായിട്ട് ഈ നമസ്കാരം കൊണ്ട് സാധിക്കുന്നതാണ്. ഇവിടെ ആദിത്യനെയാണ് നമ്മൾ നമസ്കരിക്കുന്നത്. ബാഹ്യമായി കാണുന്ന ഒരു ആദിത്യനെ മാത്രമല്ല, നമ്മളുടെ ഉള്ളിലുള്ള ഒരു ലോകമുണ്ട്, അന്തരാകാശം എന്ന് പറയണം. അതൊരു ചിതാകാശം. ഇതൊരു ബാഹ്യാകാശമാണ്. അപ്പോൾ ആ ചിതാകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന ഐശ്വര്യവാനായിട്ടുള്ള ആദിത്യനെ നമ്മൾ തൊഴുക എന്നുള്ളതാണ്, നമസ്കാരം ചെയ്യുക എന്നുള്ളതാണ്. നമുക്കത് തുടങ്ങാവുന്നത്. പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റും മൊറാർജി ദേശായി ഇൻസ്റ്റിറ്റ്യൂട്ടും ആയുഷ് മിനിസ്ട്രി ഇന്ത്യയിലെ സൂര്യക്ഷേത്രങ്ങളിൽ സൂര്യ നമസ്കാരത്തിന്റെ ഒരു പദ്ധതി തുടങ്ങി വെച്ചേക്കാണ്. നമ്മൾ ക്ഷേത്രത്തിൽ വന്നാൽ തൊഴുതേ പോകാറുള്ളൂ. പക്ഷെ പാരമ്പര്യമായിട്ടുള്ള ക്ഷേത്രത്തിൽ ഒരു സ്ഥാനമുണ്ട്. എല്ലാവരും ഒരു സൂര്യ നമസ്കാരം ചെയ്തിട്ട് വേണം പോകാനായിട്ട്. സൂര്യനെ തൊഴുക മാത്രമല്ല, ഒരു നമസ്കാരം കൂടി ചെയ്തിട്ടാണ് നമ്മളുടെ മനസ്സിലെ കാമനകൾ പൂർത്തീകരിക്കാനായിട്ട്, സബലീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കണേ, നമ്മളുടെ മനസ്സിൽ ഏത് ഭാവനയാണോ ഉള്ളത്, എന്ത് വിചാരമാണുള്ളത്, എന്ത് ലക്ഷ്യമാണോ ഉള്ളത്, അതിനെ പൂർണ്ണമാക്കിയിട്ട് തരാനായിട്ട് ഈ നമസ്കാരം കൊണ്ട് സാധിക്കുന്നു എന്നാണ് പറയണത്. അതാണ് നമസ്കാരം എന്ന് പറയേണ്ടത്. ഇവിടെ സാക്ഷാച്ച പൂർണ്ണമായിട്ട് ശരീരവും മനസ്സും ബുദ്ധിയും ആത്മതത്വത്തെ നമ്മളെല്ലാവരും കൂടി സമർപ്പിച്ചിട്ട്, ആദിത്യ ഭഗവാന് സമർപ്പിച്ചിട്ട്, നമ്മുടെ ഈ ബ്രെയിനിലാണ് നമ്മളുടെ എല്ലാ കഴിവുകളും എടുക്കുന്നത്. ഇതിനെ പ്രജ്വലമാക്കി തീർക്കട്ടെ. ധിയോ യോ ന പ്രചോദയാത്. എന്റെ ബുദ്ധിയെ മാത്രമല്ല, ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ആത്മതത്വത്തെ പ്രജ്വലമാക്കി മാറ്റട്ടെ എന്നാണ് നമ്മൾ ഗായത്രി മന്ത്രം കൊണ്ട് നമ്മൾ ചെയ്യണത്. അതിന് സൂര്യ നമസ്കാരം ഒത്തിരി തരുന്നുണ്ട്. സൂര്യ നമസ്കാരം കൊണ്ട് ശാരീരികമായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളെ നമുക്കില്ലാതെ ദീർഘായുസ്സോടുകൂടി സുഖവുമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുക. മനസ്സ് ശാന്തമായിരിക്കുക,
ഏകാഗ്രമായിരിക്കുക, ബുദ്ധി പ്രജ്വലമായിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സൂര്യ നമസ്കാരം കൊണ്ട് സാധിക്കുന്നു. സൂര്യ നമസ്കാരം കൊണ്ട് സൂര്യ നമസ്കാരം കൂടിയല്ല, ഗായത്രി മന്ത്രം കൂടി ഇതിന്റെ കൂടെ നമ്മൾ ചൊല്ലണം എന്നാണ് പറയണത്. അപ്പോൾ ഇന്നത്തെ ദിവസം അടുത്ത കൊല്ലാകുമ്പോഴേക്ക് ഇതൊരു ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് ഇതിനെ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുപ്പിച്ചുകൊണ്ട് സൂര്യ നമസ്കാരം ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണം, ഒത്തുചേരണം എന്ന് പറയണത്. എല്ലാവരും എടുക്കണം കേട്ടോ, നാട്ടുകാരൊക്കെ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഈ നമ്മുടെ ബ്രെയിനിലെ റൈറ്റ് ഹെമിസ്ഫിയർ, ലെഫ്റ്റ് ഹെമിസ്ഫിയർ എന്ന് പറയും. ഒരു തലയുടെ ഒരു ഭാഗം നമ്മുടെ വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട്, വേറൊരു ഭാഗം നമ്മളെ അനാലിറ്റിക്കൽ മൈൻഡ് എന്ന് പറയും. വേണ്ട രീതിയിൽ ചിന്തിച്ച് ഉറപ്പിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ ബ്രെയിനിനെ തയ്യാറാക്കാനായിട്ട്. നമ്മുടെ ബ്രെയിനിലെ ആകെ 4%, 5% നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ബാക്കിയുള്ള ബ്രെയിനിന്റെ ഭാഗങ്ങളെല്ലാവരും ഉണർങ്ങിക്കെടുക്കുകയാണ്. അതിനെ ഉണർത്തുമ്പോഴാണ് നമ്മളുടെ കഴിവുകൾ മൊത്തം ഉണർന്നു വരുന്നത്. അതുകൊണ്ട് സൂര്യ-നമസ്കാരം ശാരീരികമായിട്ടുള്ള ഒരു എക്സസൈസ് അല്ല, വ്യായാമമല്ല, നമ്മുടെ ബ്രെയിനിനെ ഉണർത്തുക എന്നുള്ളതാണ്. ബ്രെയിൻ ഉണർത്തി കഴിഞ്ഞാൽ നമ്മളിലില്ലാത്ത അന്തർലീനമായി കിടക്കുന്ന അനന്തമായ സാധ്യതകളുള്ള വ്യക്തിപ്രഭാവമായിട്ട് നമുക്ക് സാധിക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് സൂര്യ നമസ്കാരം എല്ലാ ദിവസവും 12 സെറ്റ് മന്ത്രോച്ചാരണത്തോടുകൂടി അഭ്യസിക്കുക എന്നുള്ളതുണ്ട്. നമ്മളിവിടെ 12 സെറ്റ് സൂര്യ നമസ്കാരം നമ്മൾ ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ ഈ ചടങ്ങില് എല്ലാവരും ഇവിടെ നിന്ന് കഴിയണവരെ ഈ ഇവിടെ തൊഴാൻ വന്നിട്ടുള്ള ഭക്തജനങ്ങളും കൂടി പങ്കുചേരണമെന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അത് നിങ്ങളെ കൂടി നിൽക്കുമ്പോൾ പങ്കെടുക്കുന്നില്ലെങ്കിലും നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ, ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാരതത്തിലെ എല്ലാ സ്ഥലത്തും ഇത് കാണും ഈ പരിപാടി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിൽ ക്ഷമയോടെ 10 മിനിറ്റ് നേരം ഇതിൽ പങ്കുചേരണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ചെയ്തില്ലെങ്കിലും ഇത് കാണുക, നമ്മുടെ ജീവിതത്തിലൊന്ന് പകർത്തുക. നമ്മളുടെ ബ്രെയിനിൽ നമ്മളിൽ അന്തർലീനമായി കിടക്കുന്ന അനന്ത സാധ്യതകളെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഒരു അനുഷ്ഠാനം എല്ലാവരും ചെയ്യണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. നമസ്തേ.